നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ചരിത്രവും പ്രകൃതി ഭംഗിയും കൈകോർക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലം, ബേക്കൽ കോട്ടയുടെ പ്രൗഢിയും അറബിക്കടലിന്റെ തീരവും മലയോര ഗ്രാമങ്ങളുടെ ശാന്തതയും ഒത്തുചേർന്ന ഉദുമ ഇന്ന് വികസനത്തിന്റെ പുതിയ പാതയിലാണ്. ഏതൊരു നാടിന്റെയും വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. ഉദുമ മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് തെക്കിൽ ആലട്ടി റോഡിന്റെ നവീകരണം. കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിൽ ഏകദേശം 75 കോടി രൂപ മുതൽ മുടക്കിയുള്ള ഈ വലിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ച് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. ഈ റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ ഉദുമ മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാകും. കാർഷിക മേഖലയ്ക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. മറ്റൊന്ന്, ഉദുമയിലെ റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഏകദേശം 36.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഉദുമ ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. അതുപോലെ ഉദുമയോട് ചേർന്ന് കിടക്കുന്ന കോട്ടിക്കുളത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും ഏകദേശം 19.6 കോടി പുരോഗമിക്കുന്നു. ഇത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വരുന്ന ഗതാഗത പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതിയിലൂടെ ഉദുമ മണ്ഡലത്തിൽ ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. ഏകദേശം 45 കോടിയോളം രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബേഡകം താലൂക്ക് ആശുപത്രിക്ക് 14 കോടി രൂപയുടെ കെട്ടിടമാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതിന് ഭരണാനുമതി കിട്ടി, അതിൻ്റെ ടെൻഡർ പ്രോസസ്സ് പൂർത്തിയായി. ഇപ്പോൾ അത് ULCC ആണ് എടുത്തിരിക്കുന്നത്. ബേഡകം പഞ്ചായത്തിനെയും മുളിക പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഛോട്ടാ പാലത്തിന് 20 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ആ പാലത്തിൻ്റെ പണി പൂർത്തിയാകാൻ പോകുന്നു. അതുപോലെ തന്നെ തെക്കിലാലട്ടി റോഡ് ഏറ്റവും സുപ്രധാനമായ റോഡാണ്. ചെമ്പനാട് പഞ്ചായത്ത്, ബേഡകം പഞ്ചായത്ത്, കുറ്റിക്കൽ പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കർണാടകയുമായി ബന്ധപ്പെടുന്ന ഒരു ഇൻ്റർസ്റ്റേറ്റ് റോഡാണ് തെക്കിലാലട്ടി റോഡ്. ഏകദേശം 100 കോടി രൂപയാണ് ആ റോഡിന് വേണ്ടി ചെലവഴിച്ചത്. കുറ്റിക്കോൽ, ബേത്തൂർപ്പാറ, എരിഞ്ഞിപ്പുഴ, ബോവിക്കാൻ റോഡ് 60 കോടിയോളം രൂപയുടെ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. അതുപോലെ വിവിധ മേഖലകളിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദുമ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും അധികം പ്രവൃത്തികൾ ഒരു കാലത്ത് നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ബഡ്ജറ്റിൽ വരുന്ന ഏതാനും പ്രവൃത്തികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കിഫ്ബി വഴി മിക്കവാറും റോഡുകൾ നെക്കാടം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറും സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. ഒരു സാംസ്കാരിക നിലയമാണെങ്കിൽ നീലേശ്വരം മടിക്കയിലെ 40 കോടി രൂപ ചെലവഴിച്ച TS തിരുമുമ്പ് സ്മാരക സാംസ്കാരിക നിലയം വന്നു. EMS സ്റ്റേഡിയം നീലേശ്വരത്ത് തന്നെ വന്നു. അങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പള ടു മുള്ളേരിയ വരെയുള്ള 140 കോടി രൂപ ചെലവഴിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡ് വന്നു. ആ രൂപത്തിലെല്ലാം ഏറ്റവും വലിയ വികസനമാണ് ജില്ലയിലും അതിൻ്റെ ഭാഗമായി ഉദുമ മണ്ഡലത്തിൽ നടന്നത്. മലയോര ഹൈവേ അതിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനമാണ്. നന്താരപ്പദവിൽ നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേ അതിൻ്റെ 1-2 റീച്ചുകൾ ഏറെക്കുറെ പൂർത്തിയായി. അത് ഉദുമ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ പ്രവൃത്തി നിൽക്കുന്നത്. ആ പ്രവൃത്തി മുടങ്ങാൻ കാരണം ഫോറസ്റ്റിൻ്റെ ഭൂമിയിലൂടെ കടന്നു വരുന്നതിന് മുന്നാണ്. ഫോറസ്റ്റ് ഭൂമിക്ക് പകരം ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആ പ്രോസസ്സ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. അതോടുകൂടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാകും. ഇങ്ങനെ ചുരുക്കുമ്പോൾ തീരദേശ ഹൈവേക്ക് വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനമാണ് ജില്ലയിലും പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെ ആ പദ്ധതി ആവിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ട് വന്നാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. മലയോര മേഖലയുടെ വികസനത്തിന് കുതിപ്പേകുന്ന ഹിൽ ഹൈവേയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉദുമയ്ക്ക് ഗുണകരമാണ്. ചേവാർ മുതൽ എടപ്പറമ്പ് വരെയുള്ള ഭാഗത്തും KRFB ഏകദേശം 86 കോടി,
കോളി മുതൽ എടപ്പറമ്പ് വരെയുള്ള ഭാഗത്തും KRFB ഏകദേശം 85 കോടി നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ പാതകൾ ഉദുമയുടെ കിഴക്കൻ മേഖലകളിലെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കും. ഈ പാതയിലെ പള്ളഞ്ചി പാലം 1, പള്ളഞ്ചി പാലം 2 തുടങ്ങിയ ചെറുപാലങ്ങളുടെ നിർമ്മാണവും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഉദുമ ഒരു തീരദേശ മണ്ഡലം കൂടിയാണ്. തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പ പാലം മുതൽ പന്നിക്കുന്ന് വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണവും ഏകദേശം 44.6 കോടി അംഗീകാരം ലഭിച്ച് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് തീരദേശ ഗ്രാമങ്ങളുടെ വികസനത്തിനും മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും ടൂറിസം സാധ്യതകൾക്കും വലിയ മുതൽക്കൂട്ടാകും. ഇവ കൂടാതെ ബോവിക്കാനം, കാന്തൂർ, എരിഞ്ഞിപ്പുഴ, കുട്ടിക്കോൾ റോഡിന്റെ നവീകരണം ഏകദേശം 58 കോടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പയസ്വിനി പുഴയ്ക്ക് കുറുകെ കുണ്ടംകുഴി, ചോട്ട, ഇരയണ്ണി റോട്ടിൽ ചോട്ട പാലം നിർമ്മിക്കുന്ന പദ്ധതിയും ഏകദേശം 18 കോടി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഈ റോഡുകളും പാലങ്ങളുമെല്ലാം ഉദുമയുടെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും സമഗ്ര വികസനത്തിനും അനിവാര്യമാണ്. കാസർഗോഡ് ബൈപ്പാസ് പദ്ധതിയും RBDCക്ക് ഏകദേശം 55 കോടി പൂർത്തിയാകുമ്പോൾ അതിന്റെ ഗുണഫലം ഉദുമയിൽ നിന്നുള്ള യാത്രക്കാർക്കും ലഭിക്കും. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. വരും തലമുറയ്ക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ ഉദുമ മണ്ഡലം ഒട്ടും പിന്നോട്ടല്ല. ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി ഉദുമ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് പുതുജീവൻ ലഭിച്ചിട്ടുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വാപ്കോസ്, ഇൻകൽ തുടങ്ങിയ ഏജൻസികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് കാസർഗോഡ് ക്ലസ്റ്റർ 19 ഏകദേശം 11.6 കോടി, കാസർഗോഡ് ക്ലസ്റ്റർ 1 15 കോടി, കാസർഗോഡ് ക്ലസ്റ്റർ 2 15.5 കോടി, കാസർഗോഡ് ഫേസ് 1 9 കോടി, കാസർഗോഡ് ഫേസ് 3 വാപ്കോസ് 9 കോടി, ഇൻകൽ 3 കോടി എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി നിരവധി സ്കൂളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇനിയും പുതിയ ക്ലസ്റ്റർ പദ്ധതികൾ, ഉദാഹരണത്തിന് കാസർഗോഡ് കണ്ണൂർ ക്ലസ്റ്റർ, പാലക്കാട് മലപ്പുറം കാസർഗോഡ് ഇടുക്കി ക്ലസ്റ്റർ, കണ്ണൂർ കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 8 പരിഗണനയിലുണ്ട്. മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഫേസ് 1 7 കോടി, ഫേസ് 2 4.8 കോടി പ്രയോജനവും ഉദുമയിലെ തീരദേശ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ പദ്ധതികളുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ കോളേജുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്റർ നവീകരണ പദ്ധതിയും കിറ്റ്കോ ഏകദേശം 30 കോടി പുരോഗമിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്തും ഉദുമയ്ക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത്തായ പദ്ധതിയുടെ KMSCL സംസ്ഥാന തലത്തിൽ 236 കോടി ഭാഗമായി ഉദുമ മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ സൗകര്യം ലഭ്യമാകും. ഇത് പകർച്ചവ്യാധികളെയും മറ്റ് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാദേശികമായി തന്നെ നമ്മെ സജ്ജരാക്കുന്നു. ഉദുമ മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ ബെദേടുക്ക താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ഏകദേശം 13 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകും. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി ഉദുമയിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും ക്ലസ്റ്റർ 6 KSCC ജില്ലാ സംസ്ഥാന തലത്തിൽ 10 കോടി പുരോഗമിക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കും ചെമ്മനാട് പഞ്ചായത്തിനും വേണ്ടിയുള്ള സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ KWA ഏകദേശം 76 കോടി 1ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ചന്ദ്രഗിരി പുഴയുടെ ഭണ്ഡാര നിർമ്മാണ പദ്ധതിയും KIIDC പരിഗണനയിലുണ്ട്.
കൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായുള്ള നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും KDISC 27.5 കോടി ഉദുമയിലെ യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടും. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റൽ നിർമ്മാണ പദ്ധതിയും KSCC സംസ്ഥാന തലം ഉദുമയിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും. ഉദുമ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗതാഗതത്തിനായി റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും ഒരുങ്ങുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളും കോളേജുകളും നവീകരിക്കപ്പെടുന്നു. ആരോഗ്യരംഗത്ത് ആശുപത്രികളും ഐസൊലേഷൻ വാർഡുകളും സജ്ജമാകുന്നു. കുടിവെള്ളത്തിനും സർക്കാർ സേവനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. തീരദേശത്തും മലയോരത്തും ഒരുപോലെ വികസനം എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഒരു സമീപനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പദ്ധതികളുടെ എല്ലാം കണക്കുകൾക്കും പേരുകൾക്കും അപ്പുറം ഇത് ഉദുമയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്നതാണ് പ്രധാനം. തെക്കിൽ ആലട്ടി റോഡ് പൂർത്തിയാകുമ്പോൾ കർഷകന് തന്റെ ഉൽപ്പന്നം എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ കഴിയുന്നു. ഉദുമയിലെ മേൽപ്പാലം വരുമ്പോൾ ദിവസേന റെയിൽവേ ഗേറ്റ് കടന്നു പോകുന്ന നൂറുകണക്കിന് ആളുകളുടെ സമയമാണ് ലാഭിക്കുന്നത്. നവീകരിച്ച ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ മുഖത്തെ സന്തോഷമാണ് പ്രധാനം. മികച്ച ചികിത്സാ സൗകര്യം വീടിനടുത്ത് ലഭ്യമാകുമ്പോൾ ആരോഗ്യ പദ്ധതികൾക്ക് അർത്ഥമുണ്ടാകുന്നു. ഇതെല്ലാം ഉദുമയുടെ വളർച്ചയുടെ അടയാളങ്ങളാണ്. ചില പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ മറ്റു ചിലത് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വേറെ ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇനിയും ചിലത് ആസൂത്രണ ഘട്ടത്തിലും. ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ്. തീരദേശ ഹൈവേയും ഹിൽ ഹൈവേയും ഒരുപോലെ പ്രാധാന്യം നേടുമ്പോൾ അത് ഉദുമയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനമാണെന്ന് വ്യക്തമാക്കുന്നു. തീരദേശത്തെയും മലയോരത്തെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ മുന്നേറ്റം ഉദുമയുടെ സമഗ്ര വികസനത്തിന് അടിത്തറയിടും. ഉദുമ നിയോജക മണ്ഡലം വികസനത്തിന്റെ പാതയിൽ ഏറെ മുന്നേറി കഴിഞ്ഞു. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കി അതിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വരും നാളുകളിൽ കൂടുതൽ ശോഭനമായ ഒരു ഭാവിക്കായി ഉദുമ ഒരുങ്ങുകയാണ്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. വർക്കല നിയോജക മണ്ഡലം പാപനാശം കടൽ തീരത്തിന്റെ മനോഹാരിതയും ശിവഗിരിയുടെ ശാന്തിയും നിറഞ്ഞ ഈ മണ്ഡലം ഇന്ന് കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ പദ്ധതികളിലൂടെ വികസനത്തിന്റെ പുതിയൊരു അധ്യായം രചിക്കുകയാണ്. കിഫ്ബി രൂപം കൊണ്ടിട്ട് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. എക്കാലത്തെയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കിഫ്ബിയുടെ പങ്ക് ഒരു കാലത്തും മറക്കാൻ വിസ്മരിക്കാൻ പറ്റുന്നതല്ല. വർക്കല നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നു കാണുന്ന വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നിദാനമായത് കിഫ്ബി വഴിയുള്ള സാമ്പത്തിക സഹായങ്ങളാണ്. വർക്കല നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും പുതിയ കെട്ടിട സമുച്ചയം, അതുമായി ബന്ധപ്പെട്ട് തൊട്ട് താഴെയുള്ള ഹൈസ്കൂളുകൾ, ITIകൾ, അതുപോലെ തന്നെ മറ്റ് സ്കൂളുകൾ, ഇവയ്ക്കെല്ലാം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ബഹുനില കെട്ടിടങ്ങളും കുട്ടികൾക്ക് ആധുനികമായിട്ടുള്ള പഠന സൗകര്യത്തിന് അടിസ്ഥാനമായി സയൻസ് ലാബുകളടക്കമുള്ള സംവിധാനങ്ങളും സ്കൂളുകളിൽ തന്നെ വലിയ കളിസ്ഥലങ്ങളും ഒക്കെയായിട്ട് കിഫ്ബിയുടെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റുരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ ഉള്ളത്. ആരോഗ്യ മേഖലയിലും കിഫ്ബിയുടെ വലിയ സഹായമാണ് വർക്കലയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. വർക്കല താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് കിഫ്ബി 40 കോടിയിലധികം രൂപയാണ് നമുക്ക് നൽകിയത്. മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കിഫ്ബിയുടെ ഫണ്ട് നമുക്ക് ലഭ്യമായി. തിരുവനന്തപുരം ജില്ലയിൽ അനുവദിക്കപ്പെട്ട ഏക അന്താരാഷ്ട്ര സ്റ്റേഡിയം, തോമസ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള ആ സ്റ്റേഡിയം, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കിഫ്ബിയാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല നിലവാരമുള്ള റോഡുകൾ, BM&BC റോഡുകൾ ഇന്ന് വർക്കലയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനും ഫണ്ട് നൽകിയത് കിഫ്ബിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തീരദേശ റോഡാണെങ്കിലും
അതുപോലെ ദേശീയ ജലഗതാഗത പാതയാണെങ്കിലും വർക്കലയെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന 2 ടണലുകളുടെ മെയിൻ്റെനൻസ് ആണെങ്കിലും ഇതെല്ലാം കിഫ്ബിയുടെ സഹായത്തോടു കൂടി വർക്കലയ്ക്ക് ലഭ്യമായതാണ്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഇന്ന് കാണുന്ന ഭൗതിക രംഗത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വന്ന വലിയ മാറ്റം നമുക്ക് കിഫ്ബിയിലൂടെയാണ് സാധിച്ചത് എന്നുള്ളത് വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് മാറി. ഒരുപക്ഷെ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുക നൽകാൻ കഴിഞ്ഞതും കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ആ നാഷണൽ ഹൈവേ ഈ വർഷത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു നാടിൻ്റെ സമഗ്രമായ വികസന പ്രക്രിയയിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 25 വർഷം അല്ലെങ്കിൽ ഒരു 1/4 നൂറ്റാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമായത് ഈ കഴിഞ്ഞ 7-8 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ 7-8 വർഷക്കാലത്തെ ചരിത്രം കിഫ്ബിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് വർക്കല MLA എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. വർക്കലയെക്കുറിച്ച് പറയുമ്പോൾ ഗതാഗത രംഗത്തെ മുന്നേറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വർക്കലയുടെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ശിവഗിരി റിംഗ് റോഡിന്റെ നവീകരണമാണ്. കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിൽ ഏകദേശം 13.75 കോടി രൂപ ചെലവിൽ DBM BC ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി ഈ റോഡ് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇത് വലിയ ആശ്വാസമാണ്. വർക്കല വരെയും നടയറ മുതൽ പാരിപ്പള്ളി വരെയുമുള്ള പ്രധാന റോഡിന്റെ നവീകരണം KRFB ഏകദേശം 47.5 കോടി രൂപ പുരോഗമിക്കുന്നു. ഇത് വർക്കലയെ സമീപ പ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. യാത്രാക്ലേശം ഗണ്യമായി കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കും. വർക്കലയിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരം നൽകുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും ശ്രദ്ധേയമാണ്. ഇടവയിലെ റെയിൽവേ മേൽപ്പാലം RBDCക്ക് ഏകദേശം 25 കോടി രൂപ നിർമ്മാണം പൂർത്തിയായി വരുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് ഇതോടെ അവസാനമാകുന്നത്. അതുപോലെ വെൺകുളം ഗേറ്റിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും RBDCക്ക് ഏകദേശം 32 കോടി രൂപ പുരോഗമിക്കുന്നു. ഈ 2 മേൽപ്പാലങ്ങളും യാഥാർത്ഥ്യമാകുന്നതോടെ വർക്കലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഗതാഗതം കൂടുതൽ സുഗമമാകും. ഇവയ്ക്ക് പുറമെ ചെറുന്നിയൂർ, ഒറ്റൂർ, മണമ്പൂർ, കിളിമാനൂർ റോഡിന്റെ നവീകരണവും KRFB ഏകദേശം 32 കോടി ഏതാണ്ട് പൂർത്തിയായി. വർക്കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ യാത്ര ഇത് സുഗമമാക്കും. ശിവഗിരിയിലെ തൊടുവേ പാലം, ശിവഗിരി പാലം അപ്രോച്ച് റോഡുകൾ എന്നിവയുടെ നിർമ്മാണവും KRFB ഏകദേശം 10.5 കോടി പുരോഗമിക്കുന്നു. തീരദേശ ഹൈവേയുടെ ഭാഗമായി ഓണാമ്പാലം മുതൽ കാപ്പിൽ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണവും KRFB ഏകദേശം 73 കോടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് വർക്കലയുടെ തീരദേശ മേഖലയുടെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകും. ആരോഗ്യരംഗത്തും വർക്കലയ്ക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. വർക്കല താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി കിഫ്ബി വഴി വലിയൊരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ഏകദേശം 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത് പൂർത്തിയാകുന്നതോടെ വർക്കലയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാകും. കൂടാതെ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വർക്കല മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ സൗകര്യം ലഭ്യമാകും.
പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇത് പ്രാദേശികമായി നമ്മെ സജ്ജരാക്കും. വിദ്യാഭ്യാസ രംഗത്തും വർക്കലയ്ക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി പ്രകാരം കൈറ്റ് തിരുവനന്തപുരം ജില്ലയ്ക്ക് 15 കോടി, വർക്കല മണ്ഡലത്തിലെ ഒരു സ്കൂളും നവീകരിക്കപ്പെട്ടു. മികച്ച ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ എന്നിവയെല്ലാം ഇവിടെ ഒരുങ്ങി. ഇതിനു പുറമെ ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററാക്കി തിരിച്ച് നവീകരിക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രയോജനവും വർക്കലയിലെ സ്കൂളുകൾക്ക് ലഭിക്കുന്നുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, വാപ്കോസ്, ഇൻകൽ തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന തിരുവനന്തപുരം ക്ലസ്റ്റർ 3 16 കോടി, തിരുവനന്തപുരം ക്ലസ്റ്റർ 2 15 കോടി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ക്ലസ്റ്റർ ഫേസ് 7 വാപ്കോസ് 9 കോടി, ഇൻകൽ 12 കോടി, തിരുവനന്തപുരം ഫേസ് 3 ക്ലസ്റ്റർ 2 വാപ്കോസ് 14.75 കോടി തുടങ്ങിയ പദ്ധതികളെല്ലാം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് മുതൽക്കൂട്ടാണ്. വർക്കലയിലെ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നു. തീരദേശ മേഖലയിലെ കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ജില്ലാ തലത്തിൽ 4 കോടി വർക്കലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. വർക്കലയുടെ പ്രധാന ആകർഷണം ടൂറിസമാണ്. ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാന ജലപാതയുടെ ഭാഗമായി വർക്കലയിലെ കനാലിന്റെ തീരങ്ങളിൽ അരിവാളം മുതൽ തൊട്ടിൽപ്പാലം വരെ നടപ്പാത നിർമ്മാണം, കനാൽ സൗന്ദര്യവൽക്കരണം, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയ്ക്കായി കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വഴി ഏകദേശം 25 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ കനാൽ തീരം ആകർഷകമാവുകയും വിനോദസഞ്ചാരികൾക്ക് പുതിയൊരു അനുഭവമാവുകയും ചെയ്യും. സംസ്ഥാന ജലപാതയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന തലം 247 കോടി, ട്രാൻസിസ്റ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസന സാധ്യത പഠനങ്ങളുമായി സംസ്ഥാനതലം 105 കോടി വലിയ പദ്ധതികൾ നടക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ ജലപാത കടന്നുപോകുന്ന വർക്കലയ്ക്കും ലഭിക്കും. ഇത് വർക്കലയുടെ ടൂറിസം, വാണിജ്യ സാധ്യതകൾക്ക് പുതിയ മാനങ്ങൾ നൽകും. കായിക രംഗത്തും വർക്കലയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ട്. ഇടവയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻസ് ഇൻഡോർ സ്റ്റേഡിയം ഇതിന് ഉദാഹരണമാണ്. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചതും ഏകദേശം 38.5 കോടി, തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാക്കി പണികൾ പൂർത്തിയാക്കിയതുമായ ഏകദേശം 31 കോടി ഈ ഇൻഡോർ സ്റ്റേഡിയം വർക്കലയിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ സ്റ്റേഡിയം വർക്കലയുടെ കായിക ഭൂപടത്തിലെ ഒരു പൊൻതൂവലായി മാറും. മത്സ്യബന്ധന മേഖലയുടെ ഉന്നമനത്തിനായി ഫിഷറീസ് വകുപ്പ് KSCADC വഴി നടപ്പിലാക്കുന്ന മത്സ്യവിപണന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും ജില്ലാ തലത്തിൽ 18 കോടി, കൂടാതെ മറ്റ് ജില്ലകളുമായി ചേർന്ന് 20 കോടി വർക്കലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമാണ്. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി വർക്കലയിലെ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതിയും ക്ലസ്റ്റർ 2 KSCC ജില്ലാ സംസ്ഥാന തലത്തിൽ 10 കോടി പുരോഗമിക്കുന്നു. കൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായുള്ള നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും KDISC 27.5 കോടി വർക്കലയിലെ യുവജനങ്ങൾക്കും പുതിയ തൊഴിൽ സാധ്യതകൾ നൽകും. ഇതൊക്കെ വർക്കല നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നിരയാണ്. റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും ഗതാഗതം സുഗമമാക്കുന്നു. താലൂക്ക് ആശുപത്രിയുടെ നവീകരണം ആരോഗ്യരംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. സ്കൂളുകൾ ഹൈടെക് ആകുന്നു. കനാൽ സൗന്ദര്യവൽക്കരണവും തീരദേശ ഹൈവേയും ടൂറിസത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കുന്നു. ഇൻഡോർ സ്റ്റേഡിയം കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. മത്സ്യബന്ധന മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രാധാന്യം നൽകുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വെറും കണക്കുകളല്ല, അത് വർക്കലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കുന്ന മാറ്റങ്ങളാണ്. ഇടവയിലെയും വെൺകുളത്തെയും റെയിൽവേ ഗേറ്റിലെ കാത്തിരിപ്പ് ഒഴിവാകുമ്പോൾ ലാഭിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ സമയമാണ്. നവീകരിച്ച താലൂക്ക് ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭ്യമാകുമ്പോൾ അത് വലിയ ആശ്വാസമാണ്. മനോഹരമാക്കിയ കനാൽ തീരത്തുകൂടി നടക്കുമ്പോൾ ലഭിക്കുന്നത് പുതിയൊരു അനുഭവമാണ്. മികച്ച റോഡുകളിലൂടെയുള്ള യാത്ര ആയാസകരമാകുമ്പോൾ അത് നാടിന്റെ പുരോഗതിയാണ് അടയാളപ്പെടുത്തുന്നത്. വർക്കലയുടെ ഓരോ മുക്കിലും മൂലയിലും ഈ മാറ്റങ്ങളുടെ സ്പർശം എത്തുകയാണ്. ചില പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു, പലതും നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലാണ്, മറ്റു ചിലത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഇതൊരു തുടർച്ചയാണ് വർക്കലയുടെ ശോഭനമായ ഭാവിക്കായുള്ള നിരന്തരമായ പരിശ്രമം.
ടൂറിസം, ആത്മീയത, തീരദേശ ജീവിതം എന്നീ സവിശേഷതകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ വികസനമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. വർക്കല നിയോജക മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാകട്ടെ എന്നും അതിന്റെ പൂർണ്ണമായ പ്രയോജനം വർക്കലയിലെ ജനങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. ലോക ഭൂപടത്തിൽ ശ്രദ്ധേയമായ വർക്കല വികസന ഭൂപടത്തിലും അതേ സ്ഥാനം ഉറപ്പിക്കട്ടെ. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.